കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഉൾപ്പെടുന്ന മാഹിയിൽ സ്ഥിതി ചെയ്യുന്ന ദന്തവിദ്യാഭ്യാസ സ്ഥാപനമാണ് മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റൽ. അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികളുടെ പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള പ്രത്യേക ശാഖയാണ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി വിഭാഗം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, ഇവിടെ കുട്ടികളുടെ പേടിയും ആശങ്കയും കുറയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ദന്തപരിചരണത്തിനായുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ അമ്പിളി ഐലിയത്ത് ഇന്ന് നമ്മളുടെ ഒപ്പം ചേരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്പിളി ഐലിയത്ത്, പ്രൊഫസർ, കുട്ടികളുടെ ദന്ത വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധവാന്മാരാക്കാനാണ്. കുട്ടികളിൽ ആദ്യമായിട്ട് പല്ല് വരുന്നത് 6-ാം മാസത്തിലാണ്. പൊതുവേ മാതാപിതാക്കളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ പല്ല് തേക്കാൻ തുടങ്ങുന്നത് ഈ 1 വയസ്സ് കഴിഞ്ഞിട്ടാണോ എന്നുള്ള സംശയങ്ങളാണ് പൊതുവെ അവർ ചോദിക്കാറുള്ളത്. കുഞ്ഞിൻ്റെ വായ് ക്ലീൻ ചെയ്യുന്നത് പൊതുവേ നമ്മുടെ പല്ല് വരുന്നതിന് മുന്നേ നമ്മളത് ഗംപേർഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അതായത് രാത്രി പാല് കൊടുത്തു കഴിഞ്ഞാൽ മോണ വൃത്തിയായി ഒരു തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്പത്തൊട്ട് നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ വരുന്ന കേടുകളെല്ലാം കുറേ നമുക്ക് തടുക്കാനാവുന്നതാണ്. കുട്ടികളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്, അതായത് പാൽപ്പല്ലിൽ എഫക്റ്റ് ചെയ്യുന്ന ദന്തക്ഷയം. അത് തുടങ്ങുന്നത് യൂഷ്വലി 1 വയസ്സ് തൊട്ട് തന്നെ തുടങ്ങാം. 1 വയസ്സ് തൊട്ടിട്ട് ചില മാതാപിതാക്കൾ ഞങ്ങൾ ചോദിക്കും, 1 വയസ്സിൽ നമുക്ക് പല്ലടക്കാൻ പറ്റുമോ, അല്ല പല്ലിൻ്റെ വേര് ചികിത്സ ചെയ്യാൻ പറ്റുമോ എന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ഫില്ലിംഗ് ചെയ്യാം, അതായത് പല്ലടയ്ക്കാം. അല്ലെ ഈവൺ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഥവാ പൾപെക്ടമി എന്ന പ്രൊസീജിയർ വരെ നമുക്ക് പാൽപ്പല്ലിൽ ചെയ്യാവുന്നതാണ്. പൾപെക്ടമി എന്ന പ്രൊസീജിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല്ലിൻ്റെ വേര് ചികിത്സയാണ്. വലിയ മുതിർന്നവരിൽ നിന്നും കുട്ടികളിൽ നിന്നുമുള്ള പല്ലിൻ്റെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ പാൽപ്പല്ലുകൾ, എസ്പെഷ്യലി പുറകുവശത്തെ പാൽപ്പല്ലുകൾ നമുക്ക് 10-12 വയസ്സ് വരെ വെക്കേണ്ടതാണ്. ആ പല്ലുകൾ അതിനു മുന്നേ കേടുവന്ന് നമ്മുടെ ഞരമ്പിൻ്റെ, അതായത് പൾപ്പിനെ ബാധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണ്. കുട്ടികളിലും മുതിർന്നവരിലും ഉള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പല്ലിലെ ഞരമ്പിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ കുട്ടികളിൽ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് നറിക്കുന്നത്. അത് യഥാസമയം, അതായത് 10-12 വയസ്സിൽ അതിൻ്റെ അടിയിലുള്ള പെർമനൻറ്റ് പല്ല് വരുമ്പോൾ അത് വേരിൻ്റെ കൂടെ ആ മെറ്റീരിയലും കൂടെ ദ്രവിച്ചു പോകുന്നതാണ്. ഓരോ പാൽപ്പല്ലുകളിലും ഓരോ വയസ്സിലാണ് കൊഴിഞ്ഞു പോകേണ്ടത്. അതായത് പുറകുവശത്തെ പല്ലുകൾ 10-12 വയസ്സ്, മുൻവശത്തെ പല്ലുകൾ 7-8, 6-7 വയസ്സ്, അങ്ങനെയാണ്. അതിന് മുന്നേ കേടുവന്ന് ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ് നാം ഇപ്പോൾ പൊതുവെ കാണാറുള്ളത്. ഈ പാൽപ്പല്ലുകൾ നമ്മുടെ വരുന്ന പല്ല് വരുന്നത് വരെ അതിൻ്റെ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. ചില മാതാപിതാക്കൾ ഞങ്ങളോട് എപ്പോഴും സംശയം ചോദിക്കാറുണ്ട്, അതായത് പാൽപ്പല്ല് എന്തിനാണ് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്, അത് പല്ല് എടുത്ത് മാറ്റിയാൽ പോരെ എന്ന്. പാൽപ്പല്ലുകൾ നമ്മുടെ പെർമനൻറ്റ് പല്ല് വരുന്നത് വരെ അവിടുത്തെ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. അതിന് മുന്നേ നമ്മൾ എടുത്തു കളഞ്ഞാൽ പിന്നെ ഭാവിയിലുള്ള ക്രൗഡിങ്, ടീത്ത് ക്രൗഡിങ്, അതിനെല്ലാം അത് വഴിയൊഴുക്കും. അതിനാണ് നമ്മൾ പാൽപ്പല്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഥവാ പൾപെക്ടമി. എന്താണ് ഈ പൾപെക്ടമി അല്ലെങ്കിൽ പല്ലിൻ്റെ വേര് ചികിത്സ? കുട്ടികളിൽ ചെയ്യുന്ന പൾപെക്ടമി എന്ന് വെച്ചാൽ ഞങ്ങൾ ഞരമ്പിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് അതിലേക്കൊരു പേസ്റ്റ് നിറച്ച് നമ്മൾ ഒരു ഫില്ലിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിശ്ചയമായും അതിൻ്റെ പുറത്ത് ഒരു ക്രൗൺ അഥവാ ക്യാപ്പ് നമ്മൾ സിമെൻറ്റ് ചെയ്യുന്നതാണ്. കുട്ടികളിലെ ദന്തക്ഷയത്തിൻ്റെ കാരണം പൊതുവേ പറയപ്പെടാറ്, മാതാപിതാക്കൾ പറയുന്നത് അധികമായിട്ട് ചോക്ലേറ്റ് തിന്നുന്നു, ഐസ്ക്രീം തിന്നുന്നു എന്നാണ്. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രം കേടുവരില്ല. കുറേ കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, പാരമ്പര്യം എന്നൊരു ഫാക്ടറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ഉറങ്ങുന്ന സമയത്ത് കേടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ പാല് കൊടുത്തതിന് ശേഷം അമ്മയോട് വൃത്തിയുള്ള തുണി വെച്ച് മോണ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഫീഡിംഗ് ബോട്ടിൽ വെള്ളം നിറച്ച് ഒന്ന് സിപ്പ് ചെയ്യിക്കുന്നതും നല്ലതായിരിക്കും. ഇതുവഴി നമുക്ക് കുറേ കേടുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ദന്തക്ഷയം വരാൻ കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ചോക്ലേറ്റ് അല്ലെങ്കിൽ അധികമായിട്ടുള്ള മധുര പലഹാരങ്ങൾ കഴിക്കുന്നത്. മധുര പലഹാരങ്ങൾ കഴിക്കുന്നതിനൊപ്പം ശരിയായ ബ്രഷിംഗ് രീതി, അതായത് രാവിലെയും രാത്രിയും ബ്രഷിംഗ് ചെയ്യുന്ന രീതി, പ്രത്യേകിച്ച് പേസ്റ്റും ബ്രഷും യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുട്ടികളുടെ ദന്തക്ഷയം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്, ബ്രഷിംഗ് ഹാബിറ്റ്, രാവിലെയും രാത്രിയും കൃത്യമായി ബ്രഷ് ചെയ്യുക, അതും പേസ്റ്റും ബ്രഷും യൂസ് ചെയ്തിട്ട്.
പിന്നെ മധുര പലഹാരങ്ങൾ കുറച്ച് ലിമിറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, ലിമിറ്റ് ചെയ്ത്, അതായത് മധുര പലഹാരങ്ങൾ കഴിച്ചതിന് ശേഷം വൃത്തിയായി വായി കഴുകുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവേ നമ്മുടെ അടുത്ത് കുട്ടികൾ എത്തുന്നത് ദന്തക്ഷയം വന്ന് പല്ല് വേദനയായിട്ടാണ് മിക്ക പാരൻസും നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. കുട്ടിയെ ഒരു പല്ല് ഡോക്ടറെ അടുത്ത് അറ്റ്ലീസ്റ്റ് ബൈ ഫസ്റ്റ് ബർത്ത്ഡേ കുട്ടിയെ കാണിച്ചിരിക്കണം. അതുവഴി നമുക്ക് ദന്തക്ഷയം നമുക്ക് കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികളിൽ കാണുന്ന വേറൊരു രീതിയാണ് ദുശ്ശീലങ്ങൾ, അതായത് വായി തുറന്ന് ഉറങ്ങുന്നത്, നാവ് തിക്കുന്നത്, പിന്നെ വിരൽ വായിൽ വയ്ക്കുന്നത്. ആ ദുശ്ശീലങ്ങൾ വഴി നമുക്ക് കുറേ കഴിയുമ്പോൾ പല്ല് നിര തെറ്റാനും, അതായത് നമ്മുടെ താടിയെല്ലിൻ്റെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഈ ദുശ്ശീലങ്ങൾക്കെല്ലാം നമുക്ക് ഒരു 4 വയസ്സ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അതായത് വായി തുറന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ച് അതിനുശേഷം നമുക്ക് പല ടൈപ്പ് ഓഫ് അപ്ലയൻസസ് ലഭ്യമാണ്. വേറെ ദന്തക്ഷയത്തിന് ഒരു കാരണമാണ് കുട്ടികളിൽ അമിതമായി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗം. അതുമൂലം ഇനാമൽ ദ്രവിച്ചു പോയിട്ട് അത് ദന്തക്ഷയത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്യും.